അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സ്ത്രീവിരുദ്ധ ഹദീസുകൾ എന്ന നിലക്ക് മുസ്തഫ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അതിൽ പറയുന്നത് ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ, സ്ത്രീ വാരിയല്ലിനാൽ സൃഷ്ടിക്കപ്പെട്ടു. വഇന്ന അഅ്വജ ഷൈഇൻ ഫിൽ ളിലഇ അഅലാഹു, വാരിയല്ലിൽ ഏറ്റവും വളഞ്ഞത് അതിൽ മേലുള്ളതാണ് എന്നതാണ് ഈ ഹദീസിലെ പ്രയോഗം. ഇത് വച്ചിട്ട് മുസ്തഫ പറയുന്നത് ഇത് സ്ത്രീയെ അവഹേളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയില്ല. വളവ് എന്നത് സ്ത്രീകളിൽ മാത്രമാണോ ഉള്ളത്, ആണുങ്ങളിലും ഇല്ലേ എന്നാണ്. ആണുങ്ങളിലും ഇല്ല എന്നുള്ള ഈ ചോദ്യത്തിന് ഏറ്റവും നല്ല മറുപടി മുസ്തഫയുടെ തന്നെ സമീപനങ്ങളാണ് എന്ന് നമ്മൾക്ക് പറയാം. അത് അടിക്കട്ടെ. മുസ്തഫ പറയുന്ന ഒരു സംഗതിയുണ്ട്, പൂർവ്വവേദങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല. അത് എങ്ങനെയാണോ അള്ളാഹു മൂസാ നബിക്കും ഈസാ നബിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് അത് അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ സത്യപ്പെടുത്തുന്നതെന്നാണ്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഹദീസിലെ ഈ പരാമർശം അത് ആരോ കെട്ടിണ്ടാക്കിയതാണ്, അത് നബി പറഞ്ഞതല്ല. അതേസരം മുസ്തഫ ശരിവെക്കുന്ന തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന വേദത്തിൽ ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ബൈബിൾ പഴയ നിയമം ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ ഹവ്വ എന്ന തലക്കെട്ടിൽ പറയുന്നുണ്ട്. 21 മുതൽക്കുള്ള വചനങ്ങളിലാണ് പറയുന്നത്. പക്ഷേ മനുഷ്യന് പറ്റിയ ഒരു സഹായിയെ കണ്ടില്ല. അതുകൊണ്ട് കർത്താവായ ദൈവം മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങുമ്പോൾ അയാളുടെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് ആ വിടവ് മാംസം കൊണ്ട് അടച്ചു. കർത്താവായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല്ലിനെ ഒരു സ്ത്രീയാക്കിയതാണ്. അപ്പോൾ ഈ വാരിയല്ല് കൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നുള്ളത് ബൈബിള് മുസ്തഫ ശരീവക്കൊന്ന് തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ബൈബിള് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സംഗതി. അവിടെ നേർക്കുനേരെ പറയുന്നത് ആദമിനെ ഉറക്കിക്കടത്തിയിട്ട് വാരിയല്ലിൽ നിന്നൊന്ന് ഊരിയെടുത്തിട്ട് സ്ത്രീയാക്കിയെന്നാണ്. ഇവിടെ ഹദീസിൽ ഉള്ള പ്രയോഗം എന്താണ്? ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. സ്ത്രീ വാരിയല്ലിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതേ ബുഖാരിയിൽ തന്നെ മറ്റൊരു റിപ്പോർട്ടുള്ളത് ഫഇന്നൽ മർഅത കൽ ളിലഇ എന്നാണ്. സ്ത്രീ വാരിയല്ല് പോലെയാണ്. അപ്പോൾ ഇത് ചേർത്ത് വായിച്ചാൽ എന്താണ് മനസ്സിലാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആലങ്കാരികമായി സ്ത്രീയെ വാരിയല്ലിനോട് ഉപമിക്കാൻ ചെയ്തിട്ടുള്ളതല്ല, വാരിയല്ല് കൊണ്ട് സൃഷ്ടിച്ചു എന്നല്ല. ഖുർആൻ പറയുന്നത് മിൻ നഫ്സിൻ വാഹിദ, ഒരേ നഫ്സിൽ നിന്ന്, ഒരേ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ആണിനും പെണ്ണിനും. അപ്പോൾ ആ ഖുർആനിക വചനവുമായി ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നബി ആലങ്കാരികമായി പറഞ്ഞൊരു പ്രയോഗമാണ്. അൽ മർഅതു കൽ ളിലഇ, വാരിയല്ല് പോലെ എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ ഒരു വളവുണ്ടാകും എന്ന് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ വളവ് നിവർത്താൻ പോയാൽ, ശരിപ്പെടുത്താൻ പോയാൽ കസർത്തഹു, നീ അതിനെ പൊട്ടിക്കുകയാണ് ചെയ്യുക. ഈ പൊട്ടിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? അതിനെ പൊട്ടിക്കാനുള്ളത് തലാഖാണെന്നാ. അപ്പോൾ സ്ത്രീയും പുരുഷനുമായുള്ള അസ്വാരസ്യങ്ങളിൽ പുരുഷൻ യഥാർത്ഥത്തിൽ സ്ത്രീയേക്കാൾ വളവുള്ളത് പുരുഷനിലാണെന്നുള്ളത് ശരിയാണ്. ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. വൈൻ കരിഹത്തുമോഹന്ന ഷൈഅൻ, നിങ്ങൾ വൈൻ കരിഹത്തുമോഹന്ന ഫഅസാൻ തക്റഹു ഷൈഅൻ, നിങ്ങൾക്ക് സ്ത്രീകളോട് വല്ല വെറുപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു സംഗതി വെറുത്തു എന്ന് വരും. പക്ഷേ ആ വെറുത്ത കാര്യത്തിൽ ഹൈറുണ്ടാവാം.
എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ ഇവിടെ ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടാവുമ്പോൾ പുരുഷൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതിനാൽ പിന്തിരിയണമെന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ആലങ്കാരികമായിട്ട് സ്ത്രീയെ വാരിയലിനോട് ഉപമിച്ചിട്ടുള്ളത്. ആ വാരിയലിൽ അത് അത് നിവർത്താൻ പോയാൽ പൊട്ടിക്കലാണ് പിന്നെ നടക്കുക. അത് പ്രയോജനപ്പെടുത്താമെന്ന് വെച്ചാൽ ആ വളവുള്ളതോടൊപ്പം തന്നെ പ്രയോജനപ്പെടുത്താം എന്ന് മാത്രമല്ല, അതിൻ്റെ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തിലും അവസാനത്തിലും ഈ ഹദീസിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഫസ്തൗസു ബിൻ നിസായി, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ എൻ്റെ ഉപദേശം സ്വീകരിക്കണം. ഇത് ആദ്യത്തിലും പറയുന്നുണ്ട്, ഹദീസിൻ്റെ അവസാനത്തിലും പറയുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരുടെ ദേഷ്യവും അവരുടെ വെറുപ്പും വെച്ചുകൊണ്ട് അവരെടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം അവർ അവധാനതയോടുകൂടി ചിന്തിക്കുകയും എന്നിട്ട് വിവേകപൂർവ്വം പെരുമാറുകയും ചെയ്യണം. എടുത്തു ചാടി ഒരു തീരുമാനത്തിലെത്തരുത്. അങ്ങനെ എത്തുമ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള വൈവാഹിക ബന്ധം വേർപെടുത്തലായിരിക്കും. അത് പാടില്ല എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളെ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അത് മുസ്തഫയുടെ വായനയാണ്. അതാണ് നേരത്തെ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്. അക്ഷരവായന എന്നതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പറയുന്ന കാര്യത്തിലുള്ള കാര്യമെന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ആശയം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് പകരം അക്ഷരമെടുത്ത് വിമർശിക്കുകയാണ് മുസ്തഫ ചെയ്യുന്നത്. മുസ്തഫ യഥാർത്ഥത്തിൽ ഹദീസ് തള്ളാൻ വേണ്ടി, എല്ലാ ഹദീസും തള്ളാൻ വേണ്ടിയാണ് പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബുഖാരിയിലാവട്ടെ മുസ്ലിമിലാവട്ടെ അതുപോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലാവട്ടെ ഇതിലൊക്കെ മുസ്തഫ തന്നെ അംഗീകരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു നല്ല കാര്യവും മുസ്തഫ ഇതുവരെ അയാളുടെ പ്രസംഗത്തിൽ എവിടെയും പറഞ്ഞില്ല. അയാൾ ആകെ പരതുന്നത് എവിടെയൊക്കെ പുഴുക്കുത്തുണ്ട് എന്ന് കണ്ടെത്താനാണ്. ആ മാടക്ക് പുഴുക്കുത്ത് അന്വേഷിക്കാറുള്ളൊരു പ്രയോഗമുണ്ട്. അതുപോലെയാണ് മുസ്തഫ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശം അതിൻ്റെ ആശയമല്ല മുസ്തഫ ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. മുസ്തഫയുടെ മനോവികാരം അനുസരിച്ച് മുസ്തഫ എന്തോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുസ്തഫയോട് ചോദിച്ചത്, ഹദീസ് സ്വീകരിക്കാനുള്ള മുസ്തഫയുടെ മാനദണ്ഡം എന്താണ്? അതോ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഹദീസ് തള്ളുക കൊള്ളുക എന്നതാണോ മുസ്തഫയുടെ രീതി? അത് മുസ്തഫ വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുസ്തഫ അത് വ്യക്തമാക്കുകയാണുള്ളത് ഉറപ്പാണ്. കാരണം മുസ്തഫക്ക് ഹദീസ് സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, മുസ്തഫ പലപ്പോഴും ഉദ്ധരിക്കുന്ന ചില ഹദീസുകൾ മുസ്തഫൻ്റെ മറ്റേ ഖുർആൻ ഓരോല്ല മുഫസ്സിറൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വയം തന്നെ. അപ്പോൾ ആ തഫ്സീറിലൊക്കെ മുസ്തഫ ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസ് എവിടെ നിന്നാണ് എടുത്തതെന്ന് പോലും മുസ്തഫ പറയില്ല. കാരണം അതെടുത്തത് ബുഖാരിയിൽ നിന്നാണ്, മുസ്ലിമിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞാൽ അതോടുകൂടി മുസ്തഫൻ്റെ കള്ളി പൊളിയല്ലോ. ആളുകൾ മുസ്തഫൻ്റെ പിന്നാലെ കൂടും ചെയ്യും. അതില്ലാതിരിക്കാനാണ് മുസ്തഫ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പം തന്നെ അതിൻ്റെ ഗ്രന്ഥങ്ങൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് അതെടുത്തതെന്ന് പറയാതിരിക്കുന്നത്. എന്നിട്ട് അതോടൊപ്പം തന്നെയാണ് മുഹദ്ദിസുകളെ അവരുടെ ഗ്രന്ഥങ്ങളെയൊക്കെ തെറി പറയുകയും അതിനെ ഭത്സിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ വസ്തുതകളായി പറയുന്നതിന് പകരം അതിനെ അപഹസിക്കാനും അവമതിക്കാനുമാണ് മുസ്തഫ ഇവിടെയും ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് ഈ ഹദീസ് മൊത്തം വായിച്ചാൽ ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്.